അത് ആ കൗൺസിലിംഗ് റൂമിന്റെ ഒരു സ്ട്രക്ചറിന് വേണ്ടിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത ഒരു സ്ഥലമായിരുന്നത്. അപ്പൊ ഈ കേർട്ടൻസും ഭയങ്കരമായിട്ട് ഈ കാറ്റത്ത് പറക്കനാണ്, വാതിലും അടഞ്ഞ്. അതേസമയം ഈ ഒരു പേഷ്യന്റ് പറയുന്നതാണ് എനിക്ക് ചോരയുടെ മണമെന്ന്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യാനുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാ ഞാൻ ഇതൊക്കെ പറയുമ്പോ? അപ്പൊ ഈ പെൺകുട്ടി പറയണ ചോരയുടെ മണമെന്ന് ഒച്ചത്തിലാ പറയണ. അപ്പൊ അവിടെ റിസപ്ഷനിൽ ഇരുന്നത് ഒരു 18 വയസ്സ് മാത്രം തികഞ്ഞ ഒരു ചെക്കനാണ് അവിടെ ഇരുന്നത്. ആ ചെക്കനൊക്കെ പേടിച്ച് കാരണം വാതിലടയണം, അതിന്റെ ഒപ്പം തന്നെ ചോരയുടെ മണം. അപ്പൊ പുറമേ നിന്ന് നോക്കുന്ന വ്യക്തികൾക്ക് ഇതെന്താണ്, ഇതൊരു പ്രേതബാധയുടെ സെറ്റപ്പാണ്. ആ പെണ്ണ് പറയുമ്പോ വാതിലടയാണ്. പിന്നെ അപ്പൊ ഞാൻ ട്രെയിനിയാണ് ആ സമയത്ത്. അപ്പൊ എന്റെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞു, മേരിയ വാതില് കുറ്റിയിട്, ഇനി ആരാണ് ഇത് തുറക്കണേന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞേ. വാതില് കുറ്റിയിട്ട് പിന്നെ ആ ഡോറിനൊന്നും പറ്റിയില്ല. പക്ഷെ ആ പേഷ്യന്റിനുള്ള ഒരു സംഭവമാണ് ഓൾ ഫാക്ടറി ഹാലൂസിനേഷൻ. അപ്പൊ ഞങ്ങളുടെ അവിടെ റിസപ്ഷനിലുള്ള പയ്യൻ ഭയങ്കരമായിട്ട് പേടിച്ചു. പക്ഷെ അവിടെ വേറെ ഒരു ധീര വനിതയുണ്ട്, അവിടുത്തെ അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അവരിത് കേട്ടവിടെ. അപ്പൊ മറ്റേ ചെക്കൻ ഇങ്ങനെ ഓടുന്നതൊക്കെ അവര് കണ്ടപ്പോ അപ്പൊ ആ ഒരു അക്കൗണ്ട്സ് ഒക്കെ നോക്കുന്ന ചേച്ചി പറഞ്ഞു, ഇവിടെ ചിക്കൻ വിൽക്കണ കടയുണ്ടല്ലോ അടുത്ത്, അതിന്റെ സ്മെല്ലായിരിക്കും കിട്ടിയേക്കണേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ സംഭവം ഇതാണ് ഓൾ ഫാക്ടറി ഹാലൂസിനേഷൻ. ഓൾ ഫാക്ടറി ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഇല്ലാത്ത സ്മെല്ല് അവർക്ക് കിട്ടും. ചില സമയത്ത് അവർ പറയും മാഗി നൂഡിൽസിന്റെ സ്മെല്ല് ഉണ്ടെന്നൊക്കെ പറയും. പക്ഷെ ഓൾ ഫാക്ടറി ഹാലൂസിനേഷൻ റെയർ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ ഉള്ളതാണ് ടാക്ടൈൽ ഹാലൂസിനേഷൻ. ടാക്ടൈൽ എന്ന് പറയുമ്പോൾ സ്പർശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ അവർ പറയും എന്റെ ദേഹത്ത് കൂടി. അപ്പൊ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്തിട്ട് സൈക്കോട്ടിക് ആയിട്ടുള്ളവര് എപ്പോഴും പറയുന്നതാണ് എന്റെ ദേഹത്ത് കൂടി പാമ്പഴയുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഹാലൂസിനേഷൻ. അപ്പൊ ഞാൻ എന്തൊക്കെ പറഞ്ഞു? ഓഡിറ്ററി, വിഷ്വൽ, ടാക്ടൈൽ, ഓൾഫാക്ടറി, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഗസ്റ്റേറ്ററി. ഗസ്റ്റേറ്ററി എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ടേസ്റ്റ്, നാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ ചിലപ്പോ അവർക്ക് ഇല്ലാത്ത ടേസ്റ്റ് ഒക്കെ കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഹാലൂസിനേഷൻസ്. 5 തരം ഹാലൂസിനേഷൻ. സ്കീസോഫ്രീനിനെ പറ്റി ഒരുപാട് പറയാനുണ്ട്, അതുകൊണ്ട് ചിലപ്പോ ഈ ടോപ്പിക്ക് മുന്നോട്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഹാലൂസിനേഷൻ 5 സെൻസസിലും വരും. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് എന്താണ്? ഓഡിറ്ററി ഹാലൂസിനേഷൻ. സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന അസുഖത്തിന്റെ ഹോൾമാർക്ക് സിംറ്റം എന്ന് പറയുന്നത് റിയാലിറ്റിയുമായിട്ട് ടച്ച് വിടുന്നതാണ്. അതിന് പറയുന്ന പേരാണ് എന്ത്? സൈക്കോസിസ്. സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഇന്നതാണെങ്കിലും ഓരോരുത്തരിലും കാണുന്ന സിംറ്റം പ്രസന്റേഷൻ ഡിഫറെന്റ് ആയിരിക്കും. അതായത് 2 പേഷ്യൻസിൽ കാണുന്ന സിംറ്റം ആയിരിക്കില്ല വേറൊരു പേഷ്യന്റിൽ കാണുന്നത്. അപ്പൊ ഈ സബ്സ്റ്റൻസ് അബ്യൂസ് ചെയ്ത് സൈക്കോട്ടിക് ആയിട്ടുള്ള ചില ചെറുപ്പം പയ്യന്മാർ എന്നോട് പറയും, മാഡം അവനേക്കാൾ അധികം സാധനങ്ങൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നിട്ട് എന്താ അവനിങ്ങനെ പോയത്, ഞാൻ ഇത്രയും ആകാത്തതെന്ന് ചിലവർ ചോദിക്കും. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്ന് വെച്ചാല് സ്കീസോഫ്രീനിയ എന്ന അസുഖം എടുത്തു കഴിഞ്ഞാൽ പലരിലും ഉള്ള സിംറ്റംസ് വ്യത്യസ്തമാണ്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് കണ്ട ഒരു സ്കീസോഫ്രീനിയ ഉള്ള ഒരു പേഷ്യന്റ് 19 വയസ്സുകാരനായിരുന്നു. അപ്പൊ ഈ 19 വയസ്സുകാരൻ പള്ളിയിൽ കൊയറൊക്കെ പാടുന്ന നല്ലൊരു പാട്ടുകാരനാണ്. പെട്ടെന്നൊരു ദിവസം രാവിലെ എണീറ്റപ്പോഴാണ് ആരോടും മിണ്ടാട്ടം ഇല്ലാതെ ആയിപ്പോയത്. അതായത് ആരോടും സംസാരിക്കാതെ ബ്ലണ്ടഡ് എഫക്റ്റ് ആയിപ്പോയി. എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് തവണ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ബ്ലണ്ടഡ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വികാരവും ഇല്ലാത്ത രീതിയിൽ മുഖത്ത് ഒരു ഭാവവും ഇല്ലാത്ത, ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഭാവവും ഇല്ലാതെ ഫ്ലാറ്റ് എഫക്റ്റ് ആയിപ്പോയി എന്ന് പറയും. ഫ്ലാറ്റ്, ഇമോഷണലി ഫ്ലാറ്റ് ആയിപ്പോയി. അപ്പൊ ആ ഒരു വ്യക്തിക്ക് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ തോട്ട് ബ്ലോക്ക്. അതായത് ചിന്തകള് ഒന്നും നമ്മളോട് പറയാൻ പറ്റില്ല. ചിന്തകൾ വരുമ്പോൾ തന്നെ ബ്ലോക്ക് ആയി പോകും. ഇപ്പൊ എന്റെ ചിന്തകള് ബ്ലോക്കായി പോവാത്തത് കൊണ്ടാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇനി ഇത് പറയണം നിങ്ങളോട്, ഇത് പറയണം എന്ന് എനിക്ക് വരുന്നത്. അപ്പൊ ഈ തോട്ട് ബ്ലോക്ക് ഒരു സിംറ്റം ആണ്. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ചാൽ ആ ചിന്തകൾ നിന്ന് പോകും. പിന്നെ അത് പറയാനായിട്ട് പറ്റില്ല. പിന്നെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. തീരുമാനം എന്ന് പറയുമ്പോൾ വലിയ തീരുമാനമൊന്നുമല്ല, ഇവിടെ നിന്ന് ജസ്റ്റ് ഒരടി വെക്കാനായിട്ട് ഉള്ള തീരുമാനം, അത് അങ്ങോട്ട് നീങ്ങണോ എന്നുള്ള തീരുമാനം എടുക്കാൻ പോലും ബുദ്ധിമുട്ട്. അപ്പൊ നന്നായിട്ട് പള്ളിയിലൊക്കെ കൊയറ് ലീഡ് ചെയ്യണ ഒരു വ്യക്തി,
എല്ലാരുമായിട്ടും ഭയങ്കരമായിട്ടും സോഷ്യലായിട്ട് ഇടപഴകുന്ന ഒരു വ്യക്തി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോ സൈക്കോട്ടിക് ആയിപ്പോയി. അത് ഒരു കേസ്. വേറൊരു കേസ് എന്ന് പറഞ്ഞാല് സൈക്കോട്ടിക് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോകും. അപ്പൊ പള്ളിയിലൊക്കെ വരുമ്പോ, പള്ളിയിലെ കുർബാനയൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്നറിയില്ല, ക്രിസ്ത്യൻസിന്റെ കുർബാന 1 മണിക്കൂറൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പോ ഈ കുർബാനക്ക് വന്നിട്ട് അവിടെ ഇരിക്കും, അപ്പൊ തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകും, പിന്നെ വീട്ടുകാർ പിടിച്ചുകൊണ്ടുവന്നിരുത്തും, പിന്നെയും പുറത്തേക്ക് പോകും. അങ്ങനത്തെ ഒരവസ്ഥ. അതായത് ഭയങ്കരമായിട്ട് ഹാലൂസിനേഷൻ, അതായത് ഒരാൾ വന്ന് അടുത്ത് ഇങ്ങനെ പഞ്ഞിക്കട്ടകൾ ഇടുന്നതായിട്ട് കാണുമ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിട്ട് എഴുന്നേറ്റ് പോകും. പക്ഷെ ഫ്ലാറ്റ് എഫക്റ്റ് അല്ല, തമാശകൾ കണ്ട് ചിരിക്കും, സംസാരിക്കും, ചിന്തകള് സ്ലോ ആണെങ്കിൽ കൂടി റിയാക്ട് ചെയ്യും, ഭക്ഷണം കഴിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അസുഖം രണ്ടുപേരിലുള്ളതും സെയിം അസുഖമാണ്, പക്ഷെ പ്രസന്റ് ചെയ്യുന്ന സിംറ്റംസ് എന്താണ്? സിംറ്റംസ് വ്യത്യസ്തമാണ്. അപ്പൊ സ്കീസോഫ്രീനിയ ഒരേപോലത്തെ സിംറ്റംസ് കറക്റ്റ് ആയിട്ട് കാണുന്നവരെ ഞാൻ ഒരുമിച്ച് ഇത്രയും ഒരു നാളില് ഞാൻ കണ്ടിട്ടില്ല. അസുഖം സ്കീസോഫ്രീനിയ ആണെങ്കിലും പലതരത്തിലുള്ള സിംറ്റം ആയിരിക്കും കാണുന്നത്. ഇനി സ്കീസോഫ്രീനിയയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാല്, ആദ്യം ജോൺ ഹാസ്ലാം എന്ന് പറഞ്ഞ അപ്പോത്തിക്കിരി എന്നാണ് അയാളെ പറയുന്നത്. അയാള് അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞ പ്രൊഫഷൻ ആയിരുന്നു. അയാളാണ് സ്കീസോഫ്രീനിയയുടെ ആദ്യത്തെ ക്ലിനിക്കൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത് 1810. അയാള് ബെത്ലഹേം ഹോസ്പിറ്റലില്, ഇംഗ്ലണ്ടിലുള്ള ബെത്ലഹേം ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുന്ന ഒരു അപ്പോത്തിക്കിരി ആയിരുന്നു. അയാളാണ് ആദ്യമായിട്ട് സ്കീസോഫ്രീനിയനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തത്. അപ്പൊ അയാൾ ഒരു പേഷ്യന്റിനെ കണ്ടു, എന്നിട്ട് ഡെല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായിട്ടുള്ള ചില വിശ്വാസങ്ങളാണ് ഡെല്യൂഷൻസ്. ഫോൾസ് ആയിട്ടുള്ള ബിലീഫ്സ് ആയിരിക്കും. അത് ആർക്കും ഷെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ആ ബിലീഫ്സ്. അതായത് പലതരത്തിലുള്ള ഡെല്യൂഷൻസ് ഉണ്ട്. പെർസിക്യൂട്ടറി ഡെല്യൂഷൻസ് ഫോർ എക്സാമ്പിൾ, അതായത് എന്നെ ആൾക്കാർ പെർസിക്യൂട്ട് ചെയ്യുന്നു, എന്നെ ആൾക്കാർ പീഡിപ്പിക്കുന്നു എന്നൊരു ഇത്. അപ്പൊ ഞാനൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നേ. അമ്മാമ്മക്ക് സ്കീസോഫ്രീനിയ ആയിരുന്നോ അല്ലെങ്കിൽ ഡിമെൻഷ്യ ആയിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല, ഞാനന്ന് ഭയങ്കര ചെറുതാണ്. ആ അമ്മാമ്മ എപ്പോഴും പറയും, അപ്പൊ ഞങ്ങളുടെ അടുത്ത് നേവൽ ബേസ് ഉണ്ട്, അപ്പൊ ഈ പ്ലെയിൻ പോകുന്ന, ഫൈറ്റർ പ്ലെയിൻ പോകുന്ന ആ ശബ്ദം കേൾക്കുമ്പോൾ ഇവര് ഓടി വരും വീട്ടിലേക്ക്. എന്നിട്ട് പറയും, എന്റെ കിഡ്നി എടുക്കാൻ ആൾക്കാർ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അവര് പങ്ക കപ്പലിലാണ് വന്നേന്ന് പറയും. പങ്ക കപ്പൽ എന്ന് ഉദ്ദേശിക്കുന്ന ഹെലികോപ്റ്ററിനെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഒരു പങ്ക കപ്പലിലാ വന്നേന്ന് പറഞ്ഞിട്ട് ആ സ്വരം പോകുന്നത് വരെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇരിക്കുമായിരുന്നു. അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അതൊരു ഡെല്യൂഷൻ, പെർസിക്യൂട്ടറി ഡെല്യൂഷൻ. അതുപോലെ തന്നെ ഇറോട്ടോമാനിക് ഡെല്യൂഷൻ ഒക്കെ ഉണ്ട്. അതായത് പ്രശസ്ത വ്യക്തി ഞാനുമായിട്ട് സ്നേഹത്തിലാണെന്ന് വിശ്വസിക്കണം. ഇപ്പോ ചില ആൾക്കാർ വിചാരിക്കും, ഓക്കെ, ഏതോ വലിയൊരു സിനിമാ നടൻ ഞാനുമായിട്ട് സ്നേഹത്തിലാണ്, അയാളിപ്പോ ഏത് സ്ഥലത്താണോ അയാൾ എന്നെയും ആലോചിച്ചാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാലും എന്നെ ആലോചിച്ചാണ് ഇരിക്കണേന്നൊക്കെ ഞാൻ വിചാരിച്ചാൽ അതെന്താണ്? ഇറോട്ടോമാനിക് ഡെല്യൂഷൻ. ഇറോട്ടോമാനിക് ഡെല്യൂഷൻ സാധാരണ നമ്മൾ കാണാറുണ്ട്. അധികം എക്സാമ്പിൾസ് പറയണ, ഇത് സ്ലൈഡ് നീങ്ങണില്ല, അതുകൊണ്ടാ. ഇതിലെ എക്സാമ്പിൾസ് പറയണോ? നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം. അധികം എക്സാമ്പിൾ പറയണ ഇതില്. മഞ്ജുള എന്താ പറഞ്ഞ? പറഞ്ഞാ നല്ലതാണ്. പറഞ്ഞാൽ നല്ലതാണ്. ഓക്കെ. അപ്പോ ഞങ്ങളുടെ പള്ളിയിൽ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നേ. അമ്മാമ്മയല്ല, അത്ര അമ്മാമ്മയെന്നല്ല, ഇപ്പൊ അവര് മരിച്ചുപോയി. അപ്പൊ അവർക്ക് ഇറോട്ടോമാനിക് ഡെല്യൂഷൻ ആണെന്ന് ഞാനാണ് മനസ്സിലാക്കിയത്. വേറെ ആർക്കും അത് അറിയില്ല കാര്യമായിട്ട്. കാരണം വേറെ മറ്റ് സാധാരണക്കാർക്ക് ചിലപ്പോൾ നമ്മുടെ പള്ളിയിൽ വരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ സൈക്കോപത്തോളജി അറിഞ്ഞാലല്ലേ അവർക്കത് മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ അമ്മാമ്മയുടെ പ്രശ്നം ഇറോട്ടോമാനിക് ഡെല്യൂഷൻ ആണ്. അതായത് പള്ളിയിൽ വരുന്ന എല്ലാ അച്ഛന്മാരും, ബിഷപ്പിനെയൊക്കെ അറിയോ നിങ്ങൾക്ക്? ബിഷപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് ഈ അച്ഛന്മാരെക്കാളും ബിഷപ്പ്, ആർച്ച് ബിഷപ്പ്. അപ്പൊ ഇവർക്ക് എല്ലാ അച്ഛന്മാരും ഇവരെ ഭയങ്കര ഇഷ്ടമാണ്. കുർബാനയില് ഇവരെ നോക്കിയാണ് അച്ഛന്മാരെ നിൽക്കുന്നതെന്നാണ് ഇവരുടെ വിചാരം. എന്നിട്ട് ഇവര് തന്നെ ഇങ്ങനെ സങ്കല്പിക്കും, അച്ഛന്മാർ എന്നെ ആലോചിച്ച് ഉറങ്ങണേണ് അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് എല്ലാ വീടുകളിലും പറഞ്ഞു നടക്കും. അപ്പൊ ഇവർക്ക് ശരിക്കും പറഞ്ഞ സൈക്കാട്രിക് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട്, ഇറോട്ടോമാനിക് ഡെല്യൂഷനും അതിന്റെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ആൾക്കാർ പറയും, ഈ അനാവശ്യങ്ങളൊന്നും പറഞ്ഞ് ഞങ്ങളുടെ വീടുകളിൽ വരരുതെന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങോട്ട് ബാൻ ചെയ്തേക്കണായിരുന്നു കേട്ടോ പല വീടുകളിലും.
അപ്പൊ ഇവര് ഈ പള്ളിയിലൊക്കെ ഇങ്ങനെ കുർബാന സ്വീകരിക്കാനൊക്കെ ലൈനായിട്ട് ഇങ്ങനെ നിന്ന് ചെല്ലുമ്പോ ഇവർ അച്ഛന്മാരായിട്ട് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും. വായ തുറന്നു കൊടുക്കില്ല ഓസ്തി വെക്കാനായിട്ട്. ഇവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നോക്കി നിൽക്കും. അച്ഛന്മാർക്ക് ഭയങ്കര തലവേദനയാണ്, കാരണം അച്ഛന്മാരും ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുന്നതാണ് ഇവരെ കൊണ്ട്. അങ്ങനെ പിന്നെ ഇവർക്ക് വേറൊരു അച്ഛന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ആ അച്ഛൻ ഇവരോട് ഐ ലവ് യു പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇവരെവിടെയോ കൊണ്ട് കേസൊക്കെ കൊടുത്തിട്ട് ആ അച്ഛന് നെഞ്ചുവേനയൊക്കെ വന്നു. ഭയങ്കര പ്രായമുള്ള ഒരു അച്ഛൻ, കാരണം ആ അച്ഛൻ ഇവരെ ആദ്യമായിട്ട് അന്നാണ് കാണുന്നത്. അപ്പോ ഇവർക്ക് എന്നിട്ട് പിന്നീട് ഇവര് സൈക്കാട്രിക് ഹോസ്പിറ്റലിലായിരുന്നു കുറെ നാള്. അവിടെ കിടന്ന് തന്നെ ഇവര് മരിച്ചു. അപ്പൊ ഇതെന്താണിത്? ഇറോട്ടോമാനിക് ഡെല്യൂഷൻ ആണിത്. ഇത് മരുന്ന് കഴിച്ചു തുടങ്ങിയപ്പോ ഇതൊക്കെ അവർക്ക് കുറഞ്ഞു. പക്ഷെ ഇത് മനസ്സിലാക്കാതെ ആൾക്കാരൊക്കെ അവരെ ഭയങ്കരമായിട്ട് മോശം അഭിപ്രായങ്ങളാണ് അവരെ കുറിച്ച് പറഞ്ഞിരുന്നത്. അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, അവര് ഏത് വീട്ടിൽ കയറിയാലും അവരച്ഛന്മാരെ കുറിച്ചൊക്കെ പറയും എന്ന് പറയും. അപ്പൊ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാല് ഒരച്ഛനെ പോലെ ഇവർ വിടാറില്ല. എല്ലാ അച്ഛന്മാരും ഇവരുമായിട്ട് സ്നേഹത്തിലാണെന്നാ പറയുന്നത്. ഈവൻ മെത്രാന്മാര് വരെ. ഓക്കെ, നല്ല പ്രായമുള്ള അമ്മാമ്മയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇറോട്ടോമാനിക് ഡെല്യൂഷൻ മനസ്സിലായോ? മനസ്സിലായി. അപ്പോ ഇതുപോലെ തന്നെ ഒരു ഇറോട്ടോമാനിക് ഡെല്യൂഷൻ ഉള്ളതാണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്. വെള്ളിത്തിര എന്ന് പറഞ്ഞൊരു, വെള്ളിത്തിര, മാനത്തെ വെള്ളിത്തിര, ആ വിനീതും ശോഭനയും കൂടി ഉള്ള ഒരു പടം. നല്ല പാട്ടൊക്കെ ഉള്ള ഒരു പടമാണല്ലോ അത്. കണ്ടിട്ടുണ്ടോ ആ പടം? ശോഭന അതില് പാട്ടുകാരിയാണ്. എന്നിട്ട് ഇങ്ങനെ വിനീത് ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ഒരു, സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഇത് അറിയാം അല്ലേ? ഓക്കെ. അപ്പൊ അത് ഇറോട്ടോമാനിക് ഡെല്യൂഷന്റെ ഒരു ഇതാണ്. അപ്പൊ ഓക്കെ, ജോൺ ഹാസ്ലാം എന്ന് പറഞ്ഞ അപ്പോത്തിക്കിരിയാണ്. അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞാല് പണ്ടത്തെ കാലത്ത് അപ്പോത്തിക്കിരി എന്നുള്ള ഒരു പ്രൊഫഷൻ ആയിരുന്നു. അവരാണ് ഈ മരുന്ന് ഉണ്ടാക്കുകയും മരുന്നുകൾ ഡോക്ടേഴ്സിന് കൊണ്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്നത് കേട്ടോ, പണ്ടത്തെ കാലത്ത്, ഒരുപാട് പണ്ട്. പിന്നെ അത് കൂടാതെ ഇവർ ഓരോ വീടുകളിലും കയറിയിട്ട് രോഗികളായിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് ഇവര് മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അപ്പോത്തിക്കിരിമാര് ഭയങ്കര ദൈവതുല്യരായിട്ട് കണ്ടിരുന്ന ഒരു കാലമാണ്. അതാണ് അപ്പോത്തിക്കിരി. അപ്പൊ ആ ഒരു അപ്പോത്തിക്കിരിയാണ് ഡെല്യൂഷൻ പോലുള്ള സിംറ്റംസ് ആൾക്കാരിൽ കണ്ടപ്പോ സ്കീസോഫ്രീനിയയുടെ ക്ലിനിക്കൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത്.